ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ വ്ലോഗ് ഇടാൻ തുടങ്ങിയത് എൻ്റെ അക്കൗണ്ടിന് റീച്ച് കൂട്ടാനോ എനിക്ക് അതിൽ നിന്ന് എന്താ വായി വരുന്നത് വിളിച്ചു കൂവിയിട്ട് പൈസ ഉണ്ടാക്കാനോ അങ്ങനൊന്നുമല്ല. എൻ്റെ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഞാനായിട്ട് കണ്ടെത്തിയ ഒരു എന്റർടൈൻമെന്റ് ആണിത്. ഇതിലൂടെ എനിക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടൊരു ലൈഫ് എനിക്ക് ഈ ഒരു പീരീഡിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത്. എനിക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഒന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ബെനിഫിറ്റ് ഇപ്പം അല്ല, എനിക്ക് പണ്ടും ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. ആ ബെനിഫിറ്റ് തന്നെ എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ ഓണാട്ടുകര എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ട അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ്. പിന്നെ എന്ത് പറയാനാ, നമ്മൾ മലയാളികളായി പോയില്ലേ, പരസ്പരം കണ്ണുകടിയുള്ള ആൾക്കാരാണ്. അതിൽ കുറച്ചു പേരൊക്കെ ഉള്ളു നല്ല ആൾക്കാർ. എന്നാലും എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. കുറേ ആൾക്കാർ നല്ല നമ്മുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മളോട് സ്നേഹം തോന്നി മെസ്സേജ് അയക്കുന്നവർ. അതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇന്ന് എൻ്റെ ഒരു ഹോസ്പിറ്റൽ ഡേ ആയിരുന്നു കേട്ടോ. നമുക്ക് 37-38 വീക്കിലൊക്കെ ഒരു സ്കാനിങ് നടത്തൂലേ, ആ സ്കാനിങ് ഡേ ആയിരുന്നു ഇന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി പോവാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഏത്തയ്ക്കാപ്പം വൈകിട്ട് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അതും കഴിച്ച് എൻ്റെ ചേച്ചിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ചേച്ചി വന്നിട്ട് പിന്നെ എനിക്ക് പറയാനുള്ള, ഞാൻ ഈ പ്രഗ്നൻസി പീരീഡ് സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് വന്ന ഒരു കമന്റിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീറ്റ് ബെൽറ്റ് ഇടുമ്പം സൂക്ഷിക്കണേന്ന്. ഞാൻ ഈ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഇങ്ങനെയാണ്. ഡോക്ടറുടെ വീടിന്റെ മുറ്റത്ത് വെള്ളരിമാവ് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ കൊതി വന്നു, പക്ഷെ ഇറങ്ങിയപ്പോൾ ഞാൻ മറന്നുപോയി. ഡോക്ടർ തന്നെയാണ് സ്കാൻ ചെയ്യുന്ന പുള്ളി. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബാക്കി അപ്പം നാളെ.